ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ ഈ ആഴ്ച നിങ്ങൾക്കെങ്ങനെ എന്ന വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2025 ഫെബ്രുവരി മാസം 12-ാം തീയതി ബുധനാഴ്ച മുതൽ 18-ാം തീയതി ചൊവ്വാഴ്ച, അതായത് 1200-ാം ആണ്ട് മകരമാസം 30-ാം തീയതി മുതൽ കുംഭമാസം 6-ാം തീയതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെയും ആഴ്ചഫലമാണ് പറയുവാൻ പോകുന്നത്. ഈ ആഴ്ചയിൽ ഫെബ്രുവരി മാസം 13-ാം തീയതി ബുധനാഴ്ച രാത്രി 9:56 സൂര്യൻ മകരം രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്ക് രാശി പരിവർത്തനം ചെയ്യുന്നുണ്ട്. മറ്റ് ഗ്രഹങ്ങൾ ആരും തന്നെ ഈ ആഴ്ച രാശി പരിവർത്തനം നടത്തുന്നില്ല. ഇനി ഈ ആഴ്ചയിലെ സൂര്യോദയവും സൂര്യാസ്തമയവും അഭിജിത്തിൻ മുഹൂർത്തവും എപ്പോഴൊക്കെയാണെന്ന് നോക്കാം. ഈ ആഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:44 സൂര്യാസ്തമയം വൈകിട്ട് 6:34 ഈ ആഴ്ചത്തെ അഭിജിത്തിൻ മുഹൂർത്തം ഉച്ചയ്ക്ക് 12:15 മുതൽ 1:03 വരെയാണ്. ഈ അഭിജിത്തിൻ മുഹൂർത്ത സമയത്ത് തിഥിവാര ലഗ്നാദി ദോഷങ്ങളൊന്നും തന്നെ നോക്കാതെ എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാവുന്നതാണ്. ഇനി ഈ ആഴ്ചയിലെ കൃത്യമായ രാഹുകാലം എപ്പോഴൊക്കെയാണെന്ന് നോക്കാം. 12/2/2025 ബുധനാഴ്ച രാഹുകാലം ഉച്ചയ്ക്ക് 12:39 മുതൽ 2:06 വരെയാണ്. 13/2/2025 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:06 മുതൽ 3:36 വരെയാണ്. 14/2/2025 വെള്ളിയാഴ്ച പകൽ 11:11 മുതൽ 12:41 വരെയാണ്. 15/2/2025 ശനിയാഴ്ച രാവിലെ 9:43 മുതൽ 11:13 വരെയാണ്. 16/2/2025 ഞായറാഴ്ച വൈകിട്ട് 5:02 മുതൽ 6:32 വരെയാണ്. 17/2/2025 തിങ്കളാഴ്ച രാവിലെ 8:15 മുതൽ 9:45 വരെയാണ്. 18/2/2025 ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3:34 മുതൽ 5:04 വരെയാണ്. മേൽപ്പറഞ്ഞ രാഹുകാലം ഓരോ ദിവസത്തെയും കൃത്യമായ സൂര്യോദയത്തിൻ്റെയും സൂര്യാസ്തമയത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ളതാണ്. കലണ്ടറിലും മറ്റും കൊടുത്തിട്ടുള്ള രാഹുകാലം ഉദയം രാവിലെ 6 എന്നും അസ്തമയം വൈകിട്ട് 6 എന്നും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശരാശരി രാഹുകാലമാണ്. രാഹുകാലം യാത്രയ്ക്ക് വർജ്യമാണ്. ഇനി ഈ ആഴ്ചയിലെ ഓരോ നക്ഷത്രക്കാരുടെയും ആഴ്ചഫലം എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായി പ്രിയ പ്രേക്ഷകർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരാമെന്ന് പറയുന്ന നക്ഷത്രക്കാർക്ക് ഈ സമയം നല്ല ദശാസമയമോ അപഹാര സമയമോ നടക്കുന്നതെങ്കിൽ ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരാതെ കടന്നുപോകും. ശുഭഫലങ്ങളുടെയും കാര്യം അതുപോലെ തന്നെയാണ്. ദശാപഹാര സമയങ്ങളും ചാരവശാലുള്ള ഫലങ്ങളും രണ്ടും കൂടി നല്ലതാണെങ്കിൽ നല്ല ഫലങ്ങളും ദോഷപ്രദമാണെങ്കിൽ ദോഷഫലങ്ങളും അനുഭവത്തിൽ വരാം. ഇനി ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം എന്നീ മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ സഹോദരി സഹോദരന്മാരിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയും ദേഹസുഖവും ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും ഒരു ഉന്മേഷവർദ്ധനവും സന്താനസുഖവും ഉണ്ടാകും. ധനപരമായി ഈ ആഴ്ച നല്ലൊരു ആഴ്ചയായിരിക്കും. സഹോദരി സഹോദരന്മാരോ ബന്ധുക്കളോ വിരുന്നു വരുന്നത് മൂലവും ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ചിലവുകൾ വർദ്ധിക്കാൻ ഇടവരാമെങ്കിലും ധനപരമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല. ആഴ്ചയുടെ തുടക്കത്തിൽ ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. മാതൃപിതൃ ബന്ധുജനങ്ങളിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാകുന്നതിനും ധനലാഭം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചില്ലറ സൗന്ദര്യപിണക്കങ്ങളൊക്കെ ഉണ്ടാകാം. ഈ ആഴ്ചയിലെ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ 4 ദിവസങ്ങൾ ഏറ്റവും നല്ല ദിവസങ്ങളായിരിക്കും. രണ്ടാമതായി കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ധനപരമായ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ ആശ്വാസം കിട്ടുന്ന ആഴ്ചയായിരിക്കും. എങ്കിലും ജന്മരാശിയിൽ വ്യാഴവും കർമ്മഭാവത്തിലെ കണ്ടകശനി സമയവുമാകയാൽ സഞ്ചാരക്ലേശങ്ങൾക്കും സ്ഥാനചലനത്തിനും സാധ്യതയുണ്ട്. ബന്ധുക്കളുമായുള്ള വിരോധവും അനുഭവത്തിൽ വരാം. ഈ ആഴ്ചയിലെ ബുധൻ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങൾ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ദിവസങ്ങളായിരിക്കും. ഈ ദിവസങ്ങളിൽ കർമ്മരംഗത്തെ പ്രതിസന്ധികൾക്ക് ശമനമുണ്ടാകുകയും ഗൃഹസുഖം ലഭിക്കുകയും ചെയ്യും. മൂന്നാമതായി മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർതം 1, 2, 3 പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ജോലിഭാരം വർദ്ധിക്കുവാനും തൊഴിൽ തടസ്സങ്ങൾക്കും യാത്രാക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. എങ്കിലും ഈ ആഴ്ചയിലെ ബുധൻ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങൾ
ആശ്വാസകരങ്ങളായ ദിവസങ്ങളായിരിക്കും. ഈ ദിവസങ്ങളിൽ മനസ്സുഖത്തിനും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും കളത്രസുഖത്തിനും സാധ്യതയുണ്ട്. നാലാമതായി പുണർദം നക്ഷത്രം 4-ാം പാദം, പൂയം, ആയില്യം എന്നീ കർക്കിടകക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ഭാഗ്യത്താലുള്ള ധനലാഭം സിദ്ധിക്കുന്നതിനും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. കുടുംബസുഖവും ധാർമ്മികമായ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട്. പുതിയ ഗൃഹാരംഭത്തിനോ ഗൃഹ നവീകരണത്തിനോ ഉള്ള സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളിൽ നിന്നോ സഹോദരന്മാരിൽ നിന്നോ ഉള്ള ശത്രുത ഉണ്ടാകുവാനും ഉഷ്ണസംബന്ധമായതോ ഉദരസംബന്ധമായതോ ആയ രോഗങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ സൂക്ഷ്മത പുലർത്തുക. ഈ ആഴ്ചയിലെ ബുധൻ, ശനി, ഞായർ, തിങ്കൾ എന്നീ ദിവസങ്ങൾ ഏറ്റവും നല്ല ദിവസങ്ങളായിരിക്കും. അഞ്ചാമതായി മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ വ്യാഴം, വെള്ളി, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങൾ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും. ഈ ദിവസങ്ങളിൽ ഭക്ഷണസുഖത്തിനും ശയനസുഖത്തിനും കളത്രസുഖത്തിനും സഹോദര ഗുണത്തിനും സാധ്യതയുണ്ട്. എന്നാൽ കണ്ടകശനിയും കർമ്മഭാവത്തിൽ വ്യാഴസ്ഥിതിയും കാരണം സ്ഥാനചലനത്തിനും ചിലവുകൾ വർദ്ധിക്കുന്നതിനും സഞ്ചാരക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. കളത്രത്തെ കൊണ്ടുള്ള സുഖഹാനിയും അനുഭവത്തിൽ വരാം. ആറാമതായി ഉത്രം നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഭാര്യ ഭർത്തൃ സുഖാനുഭവങ്ങൾക്കും ധനലാഭത്തിനും ധാർമ്മികമായ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും പിതാവിൽ നിന്നോ പിതൃകുടുംബത്തിൽ നിന്നോ ഉള്ളവരിൽ നിന്നുമുള്ള സുഖാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണത്തിനോ ഗൃഹ നവീകരണത്തിനുള്ള സാധ്യതയുമുണ്ട്. ഈ ആഴ്ചയിലെ ബുധൻ, ശനി, ഞായർ, തിങ്കൾ എന്നീ ദിവസങ്ങൾ നല്ല ദിവസങ്ങളായിരിക്കും. ഏഴാമതായി ചിത്തിര നക്ഷത്രം 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ, വ്യാഴം, വെള്ളി, ചൊവ്വ എന്നീ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും. ഈ ദിവസങ്ങളിൽ ഉദ്യോഗ ഗുണത്തിനും തൊഴിലിൽ കൂടിയുള്ള ധനലാഭത്തിനും ബന്ധുക്കളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും സാധ്യതയുണ്ടെങ്കിലും മറ്റു ദിവസങ്ങളിൽ ശാരീരിക സുഖക്കുറവിനും സഹോദരന്മാരിൽ നിന്നുള്ള ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. എട്ടാമതായി വിശാഖം നക്ഷത്രം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ വൃശ്ചികക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ നല്ല കാര്യങ്ങൾക്കായുള്ള യാത്രകൾ ചെയ്യുന്നതിനും മറുനാടുകളിലോ വിദേശത്തോ ഉള്ള കളത്ര പുത്രാദികൾ നാട്ടിൽ അവധി ആഘോഷിക്കുന്നതിനായി തിരിച്ചെത്തുന്നതിനും അതല്ല എങ്കിൽ അവരെ കാണുവാനായി അങ്ങോട്ട് പോകുന്നതിനും അവരുമൊത്ത് സുഖാനുഭവങ്ങൾ പങ്കിടുന്നതിനുമുള്ള സാധ്യതയുണ്ട്. ഈ സമയം കുടുംബസുഖവും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ മികവും മൂലമുണ്ടാകാവുന്ന സന്തോഷാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. ധനപരമായി ഈ ആഴ്ച മെച്ചപ്പെട്ടതായിരിക്കും. ഈ ആഴ്ചയിലെ വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളും തിങ്കളാഴ്ച ഉച്ചവരെയുള്ള സമയവും നല്ലതായിരിക്കും. മറ്റു ദിവസങ്ങളിൽ യാത്ര മൂലമുണ്ടാകാവുന്ന ശാരീരിക ആയാസങ്ങൾക്കും ഗൃഹസംബന്ധമായോ വാഹന സംബന്ധമായോ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുണ്ട്. ഒമ്പതാമതായി മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നീ നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളുമായുള്ള സൗഹൃദങ്ങൾക്കും അവരിൽ നിന്നുമുള്ള സന്തോഷാനുഭവങ്ങൾക്കും ജനങ്ങളുടെ സ്നേഹാദരങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ്. ധനപരമായി വലിയ കുഴപ്പമില്ലാത്ത ആഴ്ചയാണെങ്കിലും ശത്രുക്കളാൽ ധനനഷ്ടമുണ്ടാകാതെ സൂക്ഷിക്കണം. ഈ സമയം സന്തോഷവർദ്ധനവിനും ആരോഗ്യസ്ഥിതിക്കും സാധ്യതയുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ടാകാതെയും സൂക്ഷിക്കുക. ഈ ആഴ്ചയിലെ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങൾ പൊതുവെ നല്ല ദിവസങ്ങളായിരിക്കും. പത്താമതായി ഉത്രാടം നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ എന്നീ മകർക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥിതിയായിരിക്കും. കളത്രപുത്രാദികളിൽ നിന്നുമുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ഈ സമയം ജനങ്ങളാലുള്ള സ്നേഹാദരങ്ങൾക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. എന്നാൽ 7ാം ശനിയുടെ അവസാന ചരണമാകയാൽ കുടുംബകലഹം ഉണ്ടാകാതെയും ധനനഷ്ടം ഉണ്ടാകാതെയും സൂക്ഷിക്കണം. ഈ ആഴ്ചയിൽ ബുധൻ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങൾ കൂടുതൽ നല്ല ദിവസങ്ങളായിരിക്കും. 11ാമതായി അവിട്ടം നക്ഷത്രം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് 7ാം ശനിയിലെ ജന്മശനി സമയം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ സഞ്ചാരക്ലേശങ്ങൾക്കും സ്വജനങ്ങൾക്ക് അരിഷ്ടതയുണ്ടാകുവാനും വിഷാഗ്നി ഭയങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തി പ്രാർത്ഥിക്കുകയും സൂര്യകീർത്തനങ്ങളും അയ്യപ്പകീർത്തനങ്ങളും ഭക്തിയോടെ ജപിക്കുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്താൽ കാര്യമായ ദോഷാനുഭവങ്ങൾ ഉണ്ടാവുകയില്ല. ശുക്രന്റെ അനുകൂല ഭാവസ്ഥിതി കാരണം ദോഷഫലങ്ങളിൽ കുറവുണ്ടാവുകയും കുടുംബസുഖം സിദ്ധിക്കുകയും ധനധാന്യ ലാഭമുണ്ടാവുകയും ചെയ്യും. 7ാം ശനി സമയത്ത് ജോലി കിട്ടുകയോ വീട് പണി തുടങ്ങുകയോ വാഹനം വാങ്ങുകയോ ചെയ്യുവാനും അതുമൂലം ഉണ്ടാകാവുന്ന അലച്ചിലിനും സാമ്പത്തിക ഞെരുക്കത്തിനും സാധ്യതയുണ്ടാകാം.
12-ാമതായി പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്കും ഇപ്പോൾ ഏഴര ശനിയിലെ ആദ്യ ചരണം നടക്കുന്നതിനാലും വ്യാഴത്തിൻ്റെ അനിഷ്ട ഭാവസ്ഥിതി മൂലവും സഞ്ചാരക്ലേശങ്ങളും അധിക ചിലവുകളും സ്ഥാനചലനവും അനുഭവത്തിൽ വരാം. എങ്കിലും ഇവർക്കും ശുക്രൻ അനുകൂല ഭാവത്തിൽ ഉച്ചത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഭോജനസുഖത്തിനും കളത്രത്തെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും ശയനസുഖത്തിനും പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുന്നതിനും യോഗമുണ്ട്. ഇവർക്ക് വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങളും ഞായറാഴ്ച ഉച്ചവരെയും മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് അനുകൂലങ്ങളായ ദിവസങ്ങളാണ്. ഇതൊക്കെയാണ് 27 നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിലെ ഗ്രഹചാര ഫലങ്ങൾ. ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ആദ്യ ചോദ്യം മലപ്പുറത്തു നിന്നും അമീർ അലിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സമയം ഒന്ന് പറഞ്ഞു തരുമോ? ധനം ഉണ്ടാകുമോ എന്നിവയാണ് ചോദ്യം. അമീർ അലിക്ക് 14/3/2019 മുതൽ 15/3/2039 വരെ ശുക്രദശ സമയമാണ്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന കളത്രസ്ഥാനാധിപനായ ഗ്രഹമാണ് ശുക്രൻ. എന്നാൽ ശുക്രൻ പാപഗ്രഹമായ കേതുവുമായി യോഗം ചെയ്താണ് നിൽക്കുന്നത്. അതിനാൽ അത്രയധികം ഒരു നല്ല സമയമല്ല ഈ ശുക്രദശ സമയം. ഈ സമയം കുടുംബകലഹം ഉണ്ടാകാതെ സൂക്ഷിക്കുക. അതുപോലെ ഭാര്യയുമായി വിട്ടുനിൽക്കുന്നതിനും സാധ്യതയുണ്ട്. എന്നാൽ ഈ സമയം ധൈര്യവർദ്ധനവും അത്യുത്സാഹവും ഉറച്ച മനസ്ഥിതിയും ശ്രേഷ്ഠമായ വാഹനലാഭവും ഉണ്ടാകും. ഇപ്പോൾ ഏഴര ശനിയുടെ ആദ്യ ചരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 29/3/2025 മുതൽ ഏഴര ശനിയിലെ ഏറ്റവും ദോഷപ്രദമായ ജന്മശനി സമയം തുടങ്ങുകയാണ്. ജന്മശനി 2.5 വർഷത്തേക്കാണ്. അതിനാൽ ജാതകന്റെ മതാചാര പ്രകാരം ശനിദോഷത്തിനുള്ള പൂജാതി കാര്യങ്ങൾ ചെയ്യുക. സാമ്പത്തികമായി നോക്കുമ്പോൾ ധനാധിപനായ വ്യാഴം അനിഷ്ടസ്ഥാനമായ 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ ജാതകൻ ആർക്കും ബഹുമാനിയായി തീരുവാനും സർക്കാർ ജോലിക്ക് അർഹതയും ഉണ്ടാകാമെങ്കിലും ആവശ്യത്തിന് ധനം പോരാതെ വരും. അതുപോലെ ജാതകന്റെ സ്വഭാവം കർക്കശ സ്വഭാവവുമായിരിക്കാം. അതിനാൽ ധനപരമായ ചിലവുകളിൽ കുറച്ച് ജാഗ്രത പുലർത്തുക. രണ്ടാമത്തെ ചോദ്യവും 22/1/2025 മുതൽ 28/1/2025 വരെയുള്ള ആഴ്ചഫലങ്ങൾ എന്ന വീഡിയോയ്ക്ക് താഴെ തിരുവല്ലയിൽ നിന്നും ശ്രീകുമാറാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സമയം അറിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രേക്ഷകൻ തന്നിരിക്കുന്ന ജനന വിവരങ്ങൾ അനുസരിച്ച് പ്രേക്ഷകന്റെ ജന്മനക്ഷത്രം ചോതിയല്ല, പൂരുരുട്ടാതിയാണ് വരുന്നത്. അതായത് ചോതി നക്ഷത്രത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളൊന്നും തന്നെയല്ല വരുന്നത്. അതിനാൽ ജനന വിവരങ്ങൾ തരുമ്പോൾ അതൊന്നുകൂടി ശരിയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അയക്കുവാൻ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്. അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.